കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിലാണ്. ഇപ്പോൾ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയാകുന്നത്, ഏത് മുന്നണിക്കാണ് ഇപ്പോൾ മേൽക്കൈ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇത്തവണത്തെ ബോണസ് കണ്ടന്റ് പരിശോധിക്കുന്നത്. 2020 വലിയ രീതിയിൽ ടെക്നോളജി പ്രധാനപ്പെട്ട ഒരു ഘടകമായി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പായിരിക്കും. അത് മുൻകാലങ്ങളിൽ ഈ എതിരില്ലാത്ത പഞ്ചായത്തുകൾ, കണ്ണൂരാണ് അങ്ങനെ ഒരു വാർത്തകൾ വരാറ്, അതിങ്ങനെ ഒരു കുറഞ്ഞു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അടിത്തട്ടിൽ എന്താണ് ചെയ്തതെന്ന് അവിടുത്തെ ഭരണകക്ഷിയും എന്ത് ചെയ്തില്ല എന്ന് പ്രതിപക്ഷവും കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സത്യത്തിൽ ജനത്തിന് വേണ്ടത് അതാണല്ലോ. വളരെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്ക് മാത്രമേ പൊളിറ്റിക്സിൽ നിൽക്കാനാവുള്ളൂ. ജനത്തിന് അങ്ങനെ പരോപകാരിയായിട്ടുള്ള ആളെ കണ്ടെത്തി നിർത്തുന്നതിലാണ് അവരുടെ രാഷ്ട്രീയം നിൽക്കുന്നത്. ബിനില് കേരളം ഒരു മൊത്തം കറങ്ങി എന്ന് പറയാം ഈ നമ്മുടെ പൊളിറ്റിക്കൽ മാസമായിട്ട്. അപ്പോൾ ഈ ഗ്രൗണ്ടിലെ ഒരു മാസം എന്താ? ഗ്രൗണ്ടിലെ ഒരു മാസം ഇവനെ നല്ല മത്സരം നടക്കുന്നുണ്ട്. അത് ഒരു യഥാർത്ഥ ചിത്രമാണ്. നമ്മൾ പലപ്പോഴും പലയിടങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ വോട്ടിംഗ് പാറ്റേൺ പറയാറുണ്ടല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൊതുവിൽ ലെഫ്റ്റിന് അനുകൂലമായിരിക്കും പൊതുവിൽ എന്ന് കരുതപ്പെടുന്നു. എ.കെ. ആന്റണിയുടെ കാലത്ത് മാത്രമാണ് അങ്ങനെ കാര്യമായി UDF ഒരു മേൽക്കൈ സമീപകാലത്ത് നേടാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാറ്റേൺ ഉണ്ട്. പാർലമെന്റിൽ CPM എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്തു കഴിഞ്ഞാലും UDF ഒരു മേൽക്കൈ ഉണ്ടാകുന്നു എന്നുള്ളത് സമീപകാലത്ത് ഒരു യാഥാർത്ഥ്യം. അതെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത്. പക്ഷെ കഴിഞ്ഞ 10 കൊല്ലത്തെ ഒരു ചരിത്രം നമുക്കറിയാം. അതിനു മുൻപ് വന്ന ഉമ്മൻചാണ്ടി മിനിസ്ട്രി പോലും കഷ്ടപ്പെട്ട് കടന്നുകൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നും നമുക്കറിയാവുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും വളരെ കൃത്യമായ ഒരു വോട്ടിംഗ് പാറ്റേണിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. പക്ഷേ ആ ഒരു കാര്യം അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഈ CPIM അല്ലെങ്കിൽ LDF അല്ലാത്ത മുന്നണികളെ, രണ്ട് മുന്നണികളെയും പിന്നോട്ട് വലിക്കുന്നില്ല. വളരെ ശക്തമായി തന്നെ ഇവർ ഫൈറ്റിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നമ്മൾ ഈ സമൂഹ മാധ്യമ കാലഘട്ടത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2020 വലിയ രീതിയിൽ ടെക്നോളജി പ്രധാനപ്പെട്ട ഒരു ഘടകമായി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പായിരിക്കും. ഈ കഴിഞ്ഞ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മളത് കണ്ടതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിലേക്ക് നേരിട്ട് അവരുടെ വളരെ അടുത്ത ആളുകൾ, വ്യക്തികളിലേക്ക്, ചോയ്സസിലേക്ക് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ടെക്നോളജി വളരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്ത് പെർഫോമൻസ് ആണ് ഓരോ പാർട്ടിയും ഓരോ സ്ഥലങ്ങളിൽ കാഴ്ചവെച്ചത് എന്നുള്ളത് റെക്കോർഡിക്കലി കിടക്കുകയാണ്, ആളുകളുടെ മുമ്പിൽ കിടക്കുകയാണ്. ഇപ്പൊ നിശ്ചയമായും നമ്മൾ സെമി ഫൈനൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്നൊക്കെ കൊളോക്കിയലി വിശേഷിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ആളുകളുടെ മെമ്മറിയിൽ ഇത് കിടക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായി ഇനിയിപ്പം നമ്മൾ പറയാം, ഇപ്പോൾ CPIM സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ഒരു കേന്ദ്രം എന്ന് പറയാവുന്ന കണ്ണൂരിലെ പാനൂരിലോ അല്ലെങ്കിൽ പിണറായിലോ അല്ലെങ്കിൽ അത്തരം, ഞാൻ പറയാം ഒരു ഉദാഹരണം പറയാണ്, ഇപ്പൊ വിപിന്റെ കണ്ണൂരിലെ പയ്യന്നൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോലും മത്സരം കാഴ്ചവെക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ആളുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ? അതെ, അത് മുൻകാലങ്ങളിൽ ഈ എതിരില്ലാത്ത പഞ്ചായത്തുകൾ, കണ്ണൂരാണ് അങ്ങനെ ഒരു വാർത്തകൾ വരാറ്, അതിങ്ങനെ ഒരു കുറഞ്ഞു വരുന്നുണ്ട്. അതായത് അത്രയും ആളുകൾ മത്സരിക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞാൽ കറക്റ്റാണ്. സംഭവം ഇപ്പോൾ പ്രചരണങ്ങൾ നടക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ്. ഇപ്പോൾ പലതരത്തിലുള്ള സംഭവങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നടക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ കുറഞ്ഞു. അത് വാട്സപ്പിലൂടെ നടക്കുന്നുണ്ട്. പിന്നെ നിരന്തരം വീഡിയോകൾ വരുന്നുണ്ട്, AI വീഡിയോസുകൾ ഉണ്ടാക്കിയിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എനിക്ക് ഈ വോട്ടിംഗ് പാറ്റേൺ പറഞ്ഞപ്പോഴേ അത് സെമി ഫൈനലിൽ നമ്മൾ പറയാൻ കാരണം എന്ന് വിചാരിച്ചാൽ, ഇത് ഈ നഗരസഭയോ കോർപ്പറേഷനോ ഒഴിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ വരുമ്പോൾ ത്രിതലത്തിലാണല്ലോ വോട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വാർഡിലെ വോട്ട് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് പോകുമെങ്കിലും ഈ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെ വോട്ട് പൊളിറ്റിക്കലായിട്ട് തന്നെ പോകുന്നു എന്ന് ചോദിക്കും. ആ ഒരു ചിത്രം കിട്ടിയാൽ ചിലപ്പോൾ ഇത് സെമി ഫൈനലാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെയൊക്കെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പം നമ്മളിപ്പോ ഉദാഹരണമായിട്ട് തിരുവനന്തപുരം, നമ്മൾ പൊളിറ്റിക്കൽ മാസം ആദ്യം തുടങ്ങുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് 10 സീറ്റുകൾ മാത്രമാണ് UDF അതിൽ 8 മാത്രമാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത്. പക്ഷെ കോൺഗ്രസ് വളരെ നേരത്തെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ശബരിനാഥനെ പോലുള്ള ഒരു ഹെവി വെയിറ്റിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ പോലും
അവിടെ അടിത്തട്ടിൽ കോൺഗ്രസിന് പ്രവർത്തിക്കുന്നതിന് എത്രത്തോളം ആളുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവിടെ എതിരാളികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് ഈ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുകയാണ്. ആ അന്തരീക്ഷത്തിലൂടെ ഇവിടെ ശക്തമായ ഫൈറ്റ് കാഴ്ചവെക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും CPIM കൃത്യമായിട്ടുള്ള, അല്ലെങ്കിൽ LDF കൃത്യമായിട്ടുള്ള അവരുടെ ആവനാഴിയിലെ അസ്ത്രം മിനുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. BJP യും NDA യും ചെയ്തിട്ടുണ്ടായിരുന്നു. BJP ആണല്ലോ അവിടെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത്, അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. തീർച്ചയായും അവര് വലിയ പ്രചാരണ കോലാഹലം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവര് പിന്നെ അവരുടെ പ്രകടനത്തിലേക്ക് ഒന്ന് ഒളിമ്പിക്സ് കൊണ്ടുവരും, അങ്ങനെയാണ്. CPM പരമ്പരാഗത രീതിയിൽ തന്നെയാണ് പോകുന്നത്. കോൺഗ്രസ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് ആളുകളെ ഇറക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഗ്രൗണ്ടിൽ നടക്കുന്നു എന്നറിയില്ല. അപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ടൈറ്റായി മത്സരം നടക്കുന്നതാണ് തോന്നുന്നത്. ഉറപ്പായും തിരുവനന്തപുരത്ത് എന്തായാലും നല്ല ടൈറ്റായിട്ട് മത്സരം നടക്കും എന്നുള്ളതാണ് തോന്നുന്നത്. സ്വാഭാവികമായും ലെഫ്റ്റിനെ സംബന്ധിച്ചൊരു ഈസി വാക്ക് ഓവർ ഉണ്ടായിരുന്ന ഒരു കോർപ്പറേഷനാണ്. അവിടെ ലെഫ്റ്റിനെ സംബന്ധിച്ചും വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. NDAക്ക് കൂടുതൽ ശക്തമായിട്ട് വരാം, അവർ ഭരണത്തിലേക്ക് വരുമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ശക്തമായി വരാൻ കഴിയും എന്നവർ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന 2 ആത്മഹത്യകൾ, തിരുമല അനിലിന്റെയും പിന്നെ RSS പ്രവർത്തകന്റെയും ആത്മഹത്യകൾ അവരെ കാര്യമായ രീതിയിൽ അവരുടെ പോക്കറ്റുകളിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെ അതിജീവിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ നമ്പറുകളിലേക്ക് എത്താൻ സാധിക്കുമായിരിക്കും. കോൺഗ്രസ് ഇന്റേണൽ ക്യാമ്പിൽ നമ്മൾ നേതാക്കളായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനാകുന്നത്, കോൺഗ്രസിന് 10ന്റെ അങ്ങോട്ട് എത്ര പ്ലസ് കിട്ടിക്കഴിഞ്ഞാലും അത് വലിയ കാര്യമാണ്. അപ്പൊ അവര് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ഒരു കാഴ്ച. കൊല്ലത്ത് പറയുമ്പോൾ ഈ LDFന്റെ കോട്ട എന്നുള്ള ഒരു രീതിയിലാണോ? തീർച്ചയായും LDF ഭരണം നിലനിർത്തും എന്നുള്ളതാണ് പൊതുവിൽ ആളുകൾ വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യം, LDF അവകാശപ്പെടുന്ന ഒരു കാര്യം. ശക്തമായ മത്സരം അവിടെ കാഴ്ചവെക്കപ്പെടുന്നുണ്ട്. പിന്നെ UDF വിഷയങ്ങളുണ്ട്, കോൺഗ്രസിൽ വിഷയങ്ങളുണ്ട്, പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ DCC പ്രസിഡന്റിനെതിരെ പോസ്റ്റർ ഒട്ടിക്കുന്ന, BJP ഏജന്റ് ആണെന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുന്ന കാഴ്ച വരെ ഉണ്ടായിട്ടുണ്ട്. BJP ശക്തമായ രീതിയിലുള്ള കാഴ്ച വെക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് അടിത്തട്ടിലുള്ള കാര്യമായ രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. പക്ഷെ കൊല്ലത്ത് ഒരു പൊതു രാഷ്ട്രീയ ചിത്രവും നമുക്കറിയാമല്ലോ. മറ്റു കോർപ്പറേഷനുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും കൊച്ചിയിൽ ശക്തമായ മത്സരം തന്നെ നടക്കുകയാണ്. ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമേ, ഈ തെരഞ്ഞെടുപ്പ് അജണ്ടകൾ, അത് നമ്മൾ വിഷയങ്ങളിലേക്ക് അടുത്തത് വരുന്നതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു 1 ലൈനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ, വലിയ വിവാദങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അടിത്തട്ടിൽ എന്താണ് ചെയ്തതെന്ന് അവിടുത്തെ ഭരണകക്ഷിയും എന്ത് ചെയ്തില്ല എന്ന് പ്രതിപക്ഷവും കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമ്മൾ ഈ ചർച്ചകളിലെല്ലാം തന്നെ വലിയ സംസ്ഥാന വിഷയങ്ങളിലേക്കോ അല്ലെങ്കിൽ വിവാദ വിഷയങ്ങളിലേക്കോ ഒക്കെ നമ്മൾ ആ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ ചോദിക്കുമ്പോൾ പോലും ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും പ്രതിപക്ഷത്ത് നിൽക്കുന്നവരാണെങ്കിലും ഈ കാര്യം കൃത്യമായി, അതായത് അടിസ്ഥാനപരമായി ജനത്തിന് എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല എന്നുള്ള കാര്യത്തിലുള്ള ഡിബേറ്റ് വളരെ ശക്തമായി നമ്മുടെ ഈ വേദികളിൽ ഉൾപ്പെടെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് ഇത്രയുമാണ് CPIM LDF ഭരിക്കുന്ന കോർപ്പറേഷൻ. കണ്ണൂർ മാത്രമാണ് UDFന്റെ കയ്യിലുള്ളൂ. അപ്പം ഇവിടെ എല്ലാം തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു നഗരസഭ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ മാത്രമാണ് UDFന്റെ കയ്യിലുള്ളെങ്കിൽ പോലും ഭരണകക്ഷി ഒരു പൊതു എലമെന്റായി എടുത്തിട്ടുണ്ടെങ്കിൽ, ഭരണകക്ഷി എന്ന് പറയുന്നത് വെദർ ഇറ്റ് CPIM അല്ലെങ്കിൽ കോൺഗ്രസ്, അവർ ചെയ്തത് എന്താണ് എന്ന് ജനങ്ങളിലേക്ക് കൂടുതൽ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ആത്മവിശ്വാസം കൂടി അവരിൽ പ്രകടമാകുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ഓപ്പോസിഷനിൽ നിൽക്കുന്ന പാർട്ടി ഏതാണോ അവർ ഈ പറയുന്ന രീതിയിൽ അവിടുത്തെ ഭരണത്തെ ശക്തമായ രീതിയിൽ ഇഴകീറി വിമർശിക്കാനുള്ള പോയിന്റുകളും പറയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആരോഗ്യകരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ഇവിടെ നടക്കുന്നുണ്ട് ഈ വിവാദങ്ങൾക്കപ്പുറത്തേക്ക്. അതാണല്ലോ ജനത്തിന് അടിസ്ഥാനപരമായി നമ്മളെ മാധ്യമങ്ങളിലൊക്കെ അടക്കം ഈ ദൈനംദിനമായിട്ടുള്ള ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നടക്കുന്ന പൊളിറ്റിക്സ് ആണ് പറയുന്നതെങ്കിലും ഈ അടിത്തട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വേറെ രീതിയിലാണ്. ഇപ്പോൾ പിന്നെ എൻ്റെ നാട്ടിലായാലും അതിലും എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ നേതാക്കന്മാർ ഇങ്ങോട്ട് വിശദീകരണം കൊടുക്കുകയാണ്. അതിൽ ഈ പിന്നെ വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും എല്ലാവരും കൂടി പങ്കെടുക്കുകയാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ചർച്ച നടക്കുന്നത്, അതിൻ്റെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഇടുന്നതും ആ ഒരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ നഗരസഭാ ഡിവിഷൻ വാർഡ് തലത്തിലൊക്കെ നടക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു പോരാട്ടം പോലെ തന്നെയാണ് പോകുന്നത്. പക്ഷേ അത് മൊത്തത്തിൽ ഒരു ചിത്രം നോക്കുമ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ ആംഗിൾ വരും എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ഈ LDF കുറച്ച് ആത്മവിശ്വാസത്തിലാണ് അവർ ഈ അടുത്ത് പ്രഖ്യാപിച്ച ഈ പിന്നെ ആനുകൂല്യങ്ങൾ, പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ്. പിന്നെ കോൺഗ്രസ് ആണെങ്കിൽ ഒരു സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ്. അവർ ഈ നമ്മൾ ഈ പൊളിറ്റിക്കൽ വിഷയത്തിലേക്ക് വന്നാൽ അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ വിഷയം ഈ ശബരിമല
ശബരിമല സ്വർണ്ണക്കൊള്ള. UDF ഭാഗത്തു നിന്ന് പ്രധാനമായ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അപ്പോഴും ഇത് നമ്മൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ സഞ്ചരിക്കുമ്പോൾ ഇത് പ്രസ് ചെയ്ത് പറയുന്നതിന് ഒരു മടിയുണ്ട്. കാരണം മടിയെന്നല്ല, അത് അടിസ്ഥാനപരമായ ആ വിഷയം പിക്കപ്പ് ചെയ്യുന്നതിനുള്ള മടിയല്ല. അത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഭരണത്തെ കീറുന്നതിനുള്ള സമയം, അല്ലെങ്കിൽ അവരുടെ ഈ ഭരണത്തിലുള്ള ന്യൂനതകൾ എന്താണ് എന്ന് കീറുന്നതിനുള്ള സമയം നഷ്ടമാകുമോ എന്നൊരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നു. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം പോലും CPIM അങ്ങനെ അടിത്തറയിൽ പ്രസ് ചെയ്ത് പറയുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഒരുപക്ഷെ പൊളിറ്റിക്കൽ പാർട്ടികൾ എടുത്തിട്ടുള്ള സ്ട്രാറ്റജി, ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതാണ്, ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, അവർ ചെയ്തിട്ടില്ലാത്ത ഇതാണ്, അവർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നത് ഇതാണ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ളതാണ് അവരെടുത്തിട്ടുള്ള സ്ട്രാറ്റജി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഈ BJPയുടെ തന്ത്രത്തിലും തോന്നി. ഈ പിന്നെ നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റ് നോക്കിയാലേ വികസനം, ഞങ്ങൾ പറയുന്ന വികസനമാണ്. ശബരിമല കൊള്ളയൊക്കെ പറയും, പക്ഷെ വികസനമാണ്. ഈ വികസനം എന്നുള്ള വാക്ക് ഇദ്ദേഹം തുടർച്ചയായി ഉപയോഗിക്കുന്നുണ്ട്. അത് നല്ലതുമായിരിക്കാം, ചീത്തയായിരിക്കും, അത് അവരുടെ തന്ത്രമായിരിക്കാം. പക്ഷേ ആ രീതിയിലാണ് മുന്നണികൾ പോകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ വിഷയം പൊതുവിൽ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളിൽ ശബരിമല കൊള്ളയായാലും സ്വർണ്ണക്കൊള്ളയായാലും പിന്നെ രാഹുൽ മാങ്കൂട്ടായാലും മറ്റു വിഷയങ്ങളായാലും BJPയുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആത്മഹത്യകളായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ വികസനം എന്നുള്ള രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ചർച്ച എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും ജനത്തിനത് സത്യത്തിൽ ജനത്തിന് വേണ്ടത് അതാണല്ലോ. ജനത്തിന് ആരോഗ്യകരമായിട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകണം. ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ എന്താണ്, ശബരിമലയിൽ CPIM എടുത്തത് എന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം കോൺഗ്രസ് എടുത്തത് എന്താണ്, അയാളെ സംരക്ഷിച്ചോ ഇല്ലയോ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാവണം. BJPയെ സംബന്ധിച്ച് അവർക്ക് എതിരെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകണം. പക്ഷെ അതിനപ്പുറത്തേക്ക് ജനത്തിന് ഒരാൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും, അയാൾ ജയിച്ചു വരുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ അവിടെ പ്രതിനിധാനം ചെയ്യപ്പെടുന്ന പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എന്ത് കാര്യമാണ് ചെയ്യുന്നത് എന്ന അടിസ്ഥാനപരമായി പറഞ്ഞു പോകുന്നതാണല്ലോ ആരോഗ്യകരമായിട്ടുള്ള കാര്യം. അത് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ട്രാക്കിലേക്ക് ജനം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് പറയുമ്പോൾ തന്നെ അതിലേക്ക് എത്തിച്ചിട്ടുള്ള ഘടകങ്ങൾ കൂടി നമ്മൾ പറയണല്ലോ. ഇതിനെ അതിലൊന്ന് പ്രധാനമായും ഞാൻ കരുതുന്നത് സമീപകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിജയങ്ങൾ, സംസ്ഥാനങ്ങളിലെ വിജയങ്ങൾ പ്രധാനമായും ആ ഒരു ഘടകത്തിലേക്ക് പൊളിറ്റിക്കൽ പാർട്ടികളെ പൊതുവിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായും ഇവർക്ക് ഇത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും PR വർക്കും കാര്യങ്ങളും ഡിഗ് ചെയ്യുന്നതിനുള്ള ഡാറ്റ ഡിഗ് ചെയ്യുന്നതിനുള്ള ആളുകളും ഉണ്ടാവുമല്ലോ. സമീപകാലത്ത് BJP ജയിച്ചിട്ടുള്ള 3 സംസ്ഥാനങ്ങൾ എടുക്കാം നമുക്ക്. 1 മധ്യപ്രദേശ്, 2 മഹാരാഷ്ട്ര, 3 ബീഹാർ. ഈ 3 സംസ്ഥാനങ്ങളിലും ജനക്ഷേമ രാഷ്ട്രീയമാണ് അടിസ്ഥാനപരമായി അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ BJPയുടെ സ്വതസിദ്ധമായിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയം അവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ല, പിന്നെ മറ്റേ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും അവിടെ ചർച്ചയായിട്ടില്ല എന്നുള്ളതല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ജനത്തിന് നേരിട്ട് എന്ത് കിട്ടുന്നു, നമ്മളിവിടെ പറയുന്ന പോലെ അടിസ്ഥാന വികസനമൊന്നും അല്ല, ജനത്തിന് കാശ് കിട്ടുന്നുണ്ടോ, കയ്യിൽ കാശ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ നോക്കുന്നത്. അവിടുത്തെ ജീവിത രീതിയും ജീവിത സാഹചര്യവും നമുക്കറിയാവുന്നതാണ്. അപ്പം അവിടെ ഉണ്ടായിട്ടുള്ള BJP വിജയങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് അവിടെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അത് എങ്ങനെ വോട്ടാകുന്നു മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്നുള്ള ഒരു നേർക്കാഴ്ച ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും അവരുടെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഈ വിധത്തിൽ മറ്റു വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് വികസനം അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ചർച്ചയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ LDFന്റെ ഒരു പിന്നെ പൊളിറ്റിക്കൽ ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജി നോക്കുമ്പോൾ അതിൽ അവർ ഈ ലൈഫ് പദ്ധതി, ഈ പെൻഷൻ, ഇതിനൊക്കെ വലിയ ഊന്നൽ കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത് മുന്നോട്ട്. ഈ മാലിന്യ സംസ്കരണം, അവരെ ഇപ്പോൾ ഹരിതകർമ്മസേന, ഇപ്പം നമ്മളത് നേരെ തിരിച്ച് UDFന്റെ പ്രകടന പത്രിക ഇറക്കുന്ന ആ പ്രകടന പത്രിക LDF ഇഴകീറി പരിശോധിക്കുകയാണ്. LDFന്റെ ഇപ്പോൾ തോമസ് ഐസക് ആയാലും MP രാജേഷ് ആയാലും അവരിടുന്ന പോസ്റ്റുകൾ ഞാൻ അങ്ങനെ മുമ്പ് നമ്മളങ്ങനെ ആ ഒരു രാഷ്ട്രീയത്തിൽ അങ്ങനെ കണ്ടില്ല. പ്രകടന പത്രിക ഇതാക്കുന്നത്, അതായത് ഞങ്ങളുടെ പദ്ധതികളാണ് നിങ്ങൾ എടുത്ത് നടത്തുന്നത് എന്ന രീതിയിൽ ഇഴകീറി വീട് മാലിന്യ പദ്ധതി, ആധുനിക സംവിധാനം. ഇത് ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവിൽ നേരത്തെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ പോലെ ഈ പ്രമുഖരായ പോഡ്കാസ്റ്റുകാരെ വെച്ചിട്ട് അവരുടെ വികസനമാണ് ചർച്ച ചെയ്യുന്നത്. ബ്ലോഗർമാരെ വെച്ച് എനിക്ക് തോന്നുന്നു VD സതീശൻ മുമ്പ് തൻ്റെ ഭാവി പദ്ധതികൾ പറഞ്ഞു. അതിനുശേഷം MP രാജേഷ് ചില ബ്ലോഗേഴ്സിന് വന്നു, തോമസ് ഐസക്ക് വന്നു. ഇവരൊക്കെ പറയുന്നത് അടുത്ത ഭാവിയിലെ കേരളം പദ്ധതികൾ. പക്ഷെ അത് നല്ലതാണ്. കാരണം ആ രീതിയിലുള്ള ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ യുവതലമുറയ്ക്ക്, അപ്പോൾ ഈ യുവതലമുറ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു ഇതാണ്.
ഇപ്പം ഞാൻ അതിൽ എം പി രാജേഷ് ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നതല്ല, ഇപ്പം പിന്നെ ഈ വി ഡി സതീശൻ പോഡ്കാസ്റ്റിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ നല്ലതാണ്. അദ്ദേഹം ഈ തോട്ടവിളകളൊക്കെ മാറ്റുന്നതിനെക്കുറിച്ച്, തോട്ടവിളകൾ നമുക്ക് എങ്ങനെ എക്കണോമിക്കലായി മാറ്റാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതേപോലെ എം പി രാജേഷ് പറഞ്ഞതിലൊരു ഇവിടുത്തെ കൊച്ചിയിൽ ബ്രഹ്മപുരം പദ്ധതി, അത് എങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് അത് വലിയ പ്രശ്നമുണ്ടായി, അതെങ്ങനെ മാറ്റിയെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചുകൾ കൂടി നമ്മൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് തോന്നുന്നത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ടൈമിൽ. അത് നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് ഈ ഇലക്ഷൻ്റെ ഒരു സോഷ്യൽ മീഡിയ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ തോന്നിയത്. തീർച്ചയായും എനിക്കും അത് തന്നെയാണ് തോന്നിയത്. ചർച്ചകൾ ആ വിധത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു. ഈ പറഞ്ഞ പോലെ ഇവന് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഉപകാരം എന്താണ്? അടിസ്ഥാനപരമായി വോട്ട് ചെയ്യാൻ വരുന്ന പൊതുവിൽ അപ്പൊളിറ്റിക്കൽ എന്ന് നമ്മളൊക്കെ പറയുന്ന, നമുക്കറിയില്ല അവരുടെ പൊളിറ്റിക്സ് ഏത് രീതിയിലാണ് രൂപപ്പെടുന്നത്, മനസ്സിലാക്കാൻ പറ്റും, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നമ്മൾ അവരുടെ പൊളിറ്റിക്കൽ തിങ്കിങ്ങിലേക്ക് വരാത്തത് കൊണ്ടായിരിക്കാം എന്നുകൂടി ഞാൻ കരുതുന്നു. അങ്ങനെ ഒരു ജനറേഷനെ മൊത്തത്തിൽ അങ്ങനെ അടിച്ചാക്ഷേപിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ വിലയിരുത്തപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഗിമ്മിക്കുകൾക്ക് അപ്പുറത്തേക്കുള്ള നമ്മൾ പറയുന്ന പ്രായോഗിക പാരമ്പര്യ രാഷ്ട്രീയം. ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, രാഷ്ട്രീയം അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതായത് നിലപാടുകൾക്കപ്പുറത്തേക്ക് നിലനിൽപ്പ് ഏതെല്ലാം തരത്തിലേക്ക് ട്രാക്ക് മാറ്റി പോകുന്നു, അവിടെ എത്തുന്നുണ്ടോ, അധികാരത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ, ഇതിനപ്പുറത്തേക്ക് വളരെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്ക് മാത്രമേ പൊളിറ്റിക്സിൽ നിൽക്കാനാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഈ പറയുന്ന പുതിയ കാലത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ പാരമ്പര്യ രാഷ്ട്രീയക്കാരിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത്. അരാഷ്ട്രീയവാദികളായിട്ടുള്ള ആളുകളില്ല എന്നുള്ളതല്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് വളരെ പ്രായോഗികമായി, അതായത് ഇപ്പൊ ഞാൻ 1 രൂപ സർക്കാരിന് കൊടുക്കുകയാണ്, ആ 1 രൂപ എനിക്കും എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കും വളരെ കൃത്യമായ രീതിയിൽ വിഭജിച്ച് നൽകുന്നുണ്ടോ, ടാക്സായി കൊടുക്കുന്നുണ്ടോ, അതിൽ ഈ 1 രൂപയിൽ 75 പൈസയും ഈ കൊടുത്ത സർക്കാരിലെ ഏതെങ്കിലും മറ്റേ രാഷ്ട്രീയക്കാരൻ്റെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്റെ പോക്കറ്റിലേക്ക് കമ്മീഷനായി പോവുകയാണോ, അഴിമതി നടക്കുന്നുണ്ടോ, ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് ഇവിടുത്തെ യുവജനം ചിന്തിക്കുന്നുണ്ട്. അപ്പം അതിലേറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആരാണോ അവരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും ആ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറ, ഏറ്റവും പുതിയ തലമുറ ചിന്തിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രകടന പത്രികകൾ മുന്നോട്ട് വെക്കുന്നു, അതിൽ ഓരോ വാഗ്ദാനങ്ങളുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ മുന്നണിയുടെ മുൻകാല പ്രവർത്തനങ്ങൾ ഏതു വിധത്തിലാണ്, എന്തെല്ലാമാണ് അവർ ജനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ വളരെ എന്താ പറയുന്നത് ബ്ലോക്കായി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ UDF ടിക്ക്, LDF ടിക്ക്, NDA ടിക്ക് അല്ലെങ്കിൽ അൺടിക്ക്, എവിടെയൊക്കെ ടിക്ക് ഇടാൻ പറ്റും അൺടിക്ക് ഇടാൻ പറ്റും എന്ന് ഈ തലമുറയ്ക്കും ജനത്തിനും മനസ്സിലാകുന്ന വിധത്തിൽ ലളിതമായി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഗുണകരമാണ്, അത് ആരോഗ്യകരവുമാണ്. നമ്മൾ ഈ പൊളിറ്റിക്കൽ ഈ പൊതുവിലെ രാഷ്ട്രീയ കാര്യങ്ങൾ വെച്ച് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ സ്വാധീനിക്കുമോ ഗ്രൗണ്ട് ലെവലിൽ? തീർച്ചയായും അത് ചർച്ചയാക്കപ്പെടുന്നുണ്ട്. അത് സ്വാഭാവികമായും ധാർമ്മികത നമ്മുടെ നാട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ പറയുന്ന രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ പോലും ആ രാഷ്ട്രീയത്തിന്റെ ഉള്ളിൽ വെച്ചു പുലർത്തേണ്ട ധാർമ്മികത എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണല്ലോ, വലിയ ഫാക്ടറാണല്ലോ. പ്രത്യേകിച്ച് കേരളത്തിൽ ജനത്തോട് വളരെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആളുകളുള്ള കേരളത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുള്ള കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടുകൾ, കോൺഗ്രസ് മുൻപെടുത്തിട്ടുള്ള നിലപാടുകൾ, കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ സംരക്ഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൃത്യമായ നടപടി എടുത്തിട്ടുണ്ടോ, ഇതെല്ലാം ഡിസ്ക്രിഷൻ പവർ ജനത്തിന് കൊടുത്തേക്കാണ്. ജനം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു തീർപ്പ് അല്ലെങ്കിൽ ആ കാര്യം സ്വാഭാവികമായും 1% ആളുകളെങ്കിലും സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല എന്താണ് അടിസ്ഥാനപരമായ കാര്യത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് നിയമത്തിന്റെ കാര്യങ്ങളല്ല പറയുന്നത്. എങ്ങനെയാണ് നമ്മളിപ്പം അയാൾ കുറ്റക്കാരനെന്നോ അല്ലെങ്കിൽ അയാൾ പൂർണ്ണമായും കുറ്റവിമുക്തനാണെന്നോ വിധിക്കാൻ നമ്മളല്ല. അത് നിയമത്തിന്റെ മുൻപിലാണ്, നിയമത്തിന്റെ മുൻപിൽ തെളിവുകളാണ് വേണ്ടത്. പക്ഷേ ഈ നിയമത്തിന്റെയും തെളിവുകൾക്കും എല്ലാം ഉപരിയായി അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ പരിഗണിക്കുന്ന ഒരു കാര്യം ധാർമ്മികമായി മനസാക്ഷി, ഉമ്മൻചാണ്ടിയുടെ തന്നെ വാക്കുകളുണ്ട് മനസാക്ഷിയുടെ കോടതി എന്നുള്ളത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ മനസാക്ഷിയുടെ കോടതിയിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടി വരും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ, ഞാൻ പറയുന്നു സാധാരണ പൊതുജനം മാത്രമല്ല, കോൺഗ്രസിന്റെ അടിസ്ഥാന തട്ടിലുള്ള പ്രവർത്തകർ പോലും ഇക്കാര്യത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതല്ലോ, നമ്മൾ ട്രാക്ക് മാറുമല്ലോ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ ജാമ്യ ഹർജിയിൽ തന്നെ ഇപ്പൊ ഈ പെൺകുട്ടി ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളുടെ, അതായത് വിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയുമായി ഇയാൾക്ക് ഈ വിധത്തിലൊരു സൗഹൃദം ഉണ്ടായിരുന്നു, അത് പല ചൂഷണങ്ങൾക്കും വഴിവെക്കാവുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പ്രത്യക്ഷമായി സമ്മതിക്കുന്ന കാര്യങ്ങൾ അയാളുടെ ജാമ്യ ഹർജിയിൽ തന്നെ ഉണ്ടായിരുന്നു.
ധാർമ്മികമായി അപ്പോഴെങ്കിലും MLA സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലോ അയാൾക്ക് തുടരാൻ സാധിക്കുമായിരുന്നോ എന്നത് അയാൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ്. ജനം എന്തായാലും വിലയിരുത്തും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നമ്മുടെ സ്വർണ്ണക്കൊള്ളയിലേക്ക് വന്നാൽ അതും വിലയിരുത്തും എന്നുള്ളത് തീർച്ചയായും. പ്രത്യേകിച്ച് എന്തായാലും പാൻ കേരള തലത്തിലേക്ക് അത് ചർച്ചയാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരുപാട് അയ്യപ്പ ഭക്തരുള്ള ഒരു നാടാണ്. ശബരിമല ഇഷ്യൂ എങ്ങനെയാണ് വൈകാരികമായി ഉപയോഗിക്കപ്പെടുന്നത്, അതെങ്ങനെയാണ് പൊളിറ്റിക്കൽ ഗെയിനിലേക്ക് മാറുന്നത് എന്നുള്ളത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. നിശ്ചയമായും ഒരുപക്ഷെ പന്തളം നഗരസഭയുടെ ഭരണം പോലും BJPയുടെ കയ്യിലേക്ക് എത്തിയതിന് പിന്നിൽ അന്നത്തെ ശബരിമല പ്രക്ഷോഭം ഉണ്ടാകുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അതൊരു പൊളിറ്റിക്കൽ ഗെയിനിലേക്ക് പോകും. ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് അത് പോകും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതെ, തീർച്ചയായും, ഉറപ്പായിട്ടും തന്നെ. പ്രത്യേകിച്ച് ശബരിമല ഇരിക്കുന്ന ലൊക്കാലിറ്റിയിലെങ്കിലും അത് കാര്യമായ രീതിയിൽ ചർച്ചയാകുന്ന നമ്മൾ ഈ പറയുന്ന ഈ വിഷയങ്ങളൊക്കെ ഇപ്പം BJPയുടെ വിഷയമായാലും ഏത് വിഷയങ്ങളും ഇതൊക്കെ ഷോർട്ട് അറ്റൻഷനിലെ വിഷയമാണ്. പക്ഷെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അടിസ്ഥാന വിഷയം വികസനമാണ് എന്നുള്ളതാണ് ഇതിൽ നമ്മളെ എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷൻ അല്ലേ? അതെ, തീർച്ചയായും. ആ കൺക്ലൂഷൻ അതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളിപ്പോ പഞ്ചായത്തിലേക്ക്, ഗ്രാമപഞ്ചായത്ത്, ഞാൻ ഗ്രാമങ്ങളിലെ കാര്യമാണ് പറയുന്നത്, ഇപ്പൊ മുനിസിപ്പാലിറ്റി തന്നെ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ പെട്ടെന്ന് പഞ്ചായത്ത് ഓഫീസിൽ ഒരു കാര്യം നടത്തിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കളക്ടറേറ്റിൽ പോകുമ്പോൾ ഒരു കാര്യം നടത്തിയെടുക്കാൻ പറ്റുന്ന, ആശുപത്രിയിൽ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ പോകുമ്പോൾ ആശുപത്രി ഡോക്ടറെ കാണാൻ പറ്റില്ല, ഇപ്പൊ പേഴ്സണലായിട്ട് ഡോക്ടറെ OP ഇല്ലാത്ത സമയത്തൊന്ന് വീട്ടിൽ പോയി കാണണം. അപ്പൊ അതിനെ നമുക്ക് പെട്ടെന്ന് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനോ ഒരു സുഖിച്ചേട്ടനോ, ഞാൻ പേര് സാന്ദർഭികമായി പറഞ്ഞുള്ളൂ, അങ്ങനെ ആരെങ്കിലും ഒരാളെ ആയിരിക്കും സ്വാഭാവികമായും ഒരു 70% ആളുകളും വിജയിപ്പിക്കുക, അല്ലെ? എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. അവിടെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം പിടിച്ച അടിയുറച്ച രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നവരുണ്ട്, നിലപാടുകളുടെ പേരിൽ വോട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളൊക്കെ വോട്ട് ചെയ്യുന്ന ഈ പാറ്റേണിലായിരിക്കും. ഏത് രാഷ്ട്രീയ പാർട്ടിയെങ്കിലും അങ്ങനെ ഒരു ആളെ കണ്ടെത്തും എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ടത്. ജനത്തിന് അങ്ങനെ പരോപകാരിയായിട്ടുള്ള ആളെ കണ്ടെത്തി നിർത്തുന്നതിലാണ് അവരുടെ രാഷ്ട്രീയം നിൽക്കുന്നത്. പിന്നെ അതിനപ്പുറത്തേക്ക് വരുന്ന ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ജില്ലയാണെങ്കിലും വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വോട്ടിന് തന്നെയാണ് സാധ്യത. കാരണം കൂടുതൽ വൈഡർ സ്പേസിലുള്ള ആളുകൾ എത്തും. ഞാൻ ആ പാറ്റേൺ ശ്രദ്ധിച്ചത് മുതൽ നമ്മൾ ഈ സെമി ഫൈനൽ പറയും ഈ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിലും വോട്ടിംഗ് പാറ്റേണായി നമുക്ക് അടുത്ത ഭരണം ഒന്ന് ചിലപ്പോൾ ആണെങ്കിൽ ഒന്ന് പ്രവചിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് 2020 ഇലക്ഷൻ വന്നപ്പോൾ കോവിഡിൻ്റെ ടൈമിൽ വന്നപ്പോൾ അന്ന് ഏറെ വിവാദങ്ങളുണ്ടായിരുന്നു, കുറേ വിവാദം ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ വളരെ മുൻതൂക്കം നേടി. LDF വലിയ മുൻതൂക്കം ഇതിൽ നേടി. പിന്നെ ഈ സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറഞ്ഞ അത് കത്തിക്കുന്ന ടൈമിൽ ഇത് നേടിയപ്പോൾ ഞാൻ അന്ന് ഒരു പ്രചരണം നടത്തിയിരുന്നു, അടുത്ത ഇവർ LDF തുടർഭരണം നടത്തുവാണ്. അപ്പം നമുക്ക് വന്നാൽ ഇതൊന്ന് പ്രവചിക്കാം, ചിലപ്പോൾ ഒന്ന് നോക്കാം. അതിനുള്ളിൽ വലിയ രാഷ്ട്രീയ അതിനുള്ളിൽ രാഷ്ട്രീയ ഭൂകമ്പങ്ങളൊന്നും വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും LDFോ അല്ലെങ്കിൽ ആർക്കാണ് അതിൽ മേൽക്കൈ കിട്ടുന്നത് അവർ ഭരണത്തിൽ കയറിയേക്കാം എന്നുള്ള നമുക്ക് വേണമെങ്കിൽ പ്രവചിക്കാം. ഓക്കെ, ഇതാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചിത്രം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ എന്ന് പറയാം. എന്നാലും അവസാനമായി 13-ാം തീയതി വോട്ട് എണ്ണുമ്പോൾ ജനങ്ങൾ എന്താണ് തീരുമാനിച്ചതെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക.